അതാ പറ. എടാ കണ്ണാ, നീ എപ്പോഴാ ഇറങ്ങുന്നേ? ഞാൻ ഒരു 10 മണി ഞാൻ വന്നാ പോരെ? ആ ഓക്കേടാ, മതി. ഞാനും ആ സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് എത്തിയേക്കാം. ഓക്കെ. അവൻ്റെ വരത്തില്ലയോ? അനന്ത് അവൻ ഭയങ്കര ബിസി പേഴ്സൺ അല്ലേടാ. ഞാൻ പൊക്കിയെടുത്തനായി വന്നേക്കാം. ആടാ, ഓക്കെ ഓക്കെ, ശരി സാർ. ഓക്കെ ഓക്കെ. പറ. എനിക്ക് ഒരു 500 രൂപ നീ അത്യാവശ്യമായിട്ട് അയച്ചു തരണം. ആടാ, ശരി ശരി, ഓക്കെ ഓക്കെ. ഇത് കാണാൻ നിലവിൽ ബികോം പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് നാൾ ചുമ്മാ ഇരിക്കാനാണ് അവൻ്റെ ആഗ്രഹം. എന്നാൽ അമ്മ അവന് പി ജിക്ക് വന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പിന്നെ നാട്ടുകാരടക്കം പ്രശ്നം കേൾക്കാതിരിക്കുകയാണ് ഇപ്പം ഈ പോക്ക്. എന്തൊക്കെ പറഞ്ഞാലും അവന് സുന്ദരം. കുടിക്കുന്ന കുടി ഉണ്ടാക്കുന്നത് റമ്മോ ബിയറാണുണ്ടാക്കിയാണ്. പെപ്സി തന്നെ നീ കുടിക്കുന്നത്? ഈ ജിത്തു അതിന് ടെക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല ഇൻട്രസ്റ്റാണ്. അത്യാവശ്യം നോളജും ഉണ്ട്. അതുകൊണ്ട് കൂട്ടത്തിലെ ഹാക്കറാവാൻ തന്നെ ഹാക്കിങ് നടന്നു പഠിക്കാനായിരുന്നു അളിയൻ്റെ ആഗ്രഹം. എന്നാൽ കുടുംബത്തിലെ സാഹചര്യം കാരണം ഇപ്പോൾ SSCക്ക് പ്രിപ്പയർ ചെയ്യും. പിന്നാണ് എൻ്റെ കൂടിയുള്ള പ്രശ്നം പുറംലോകമായിട്ട് വലിയ ബന്ധമില്ലെന്നുള്ളത്. 10 മണിക്ക് വന്നു 10:30 ആയല്ലോടാ. എന്തിയന്മാര് വന്നാൻ എന്ന് വിളിച്ചേ? ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം നമുക്ക് പലർക്കും ജോലി നഷ്ടപ്പെടാം, പുതിയ തലമുറയ്ക്ക് ജോലി ലഭിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്ക് സംബന്ധമായിട്ട് പുണ്യിച്ചിട്ട് പിന്നെ ഷാർഡമാനേൻ്റെ കൂടെ ഇറങ്ങുന്നു. അടുത്തായിട്ട് നമ്മുടെ ഇപ്പം ഇന്ത്യൻ സൈബർ ക്രൈം ഈയിടെ കൂടിക്കൂടി വരികയാണ്. അതിനെപ്പറ്റി അഭിപ്രായം? ഇവനാണ് ഗൗതം. കൂട്ടത്തിൽ അമ്പാനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ കുടുംബം ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്റ്റേബിളാണ്. കൂട്ടത്തിൽ എവിടെയെങ്കിലും പൈസയുടെ കുറച്ച് കുറവ് വന്നാലും ആളെയും അതങ്ങ് പരിഹരിച്ചു. ഇതായിരുന്നു കൂട്ടത്തിലെ കുറുക്കുറു പ്രിയ. ആളിച്ച് ഇൻട്രോവേർട്ടാണ്. പിന്നെ ആകെയുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച ഫോൺ എടുക്കത്തില്ല. എന്നിട്ടും അഹങ്കാലം ചെന്ന് വേണം. തുടങ്ങല്ലേ? എങ്ങനെ ഇന്നലത്തെ കളിയുടെ ബാക്കിയാണോ? ഇന്നലത്തെ കളി ഇന്നലെ. ധൈര്യം ഉണ്ട്, ഇന്നോ ധൈര്യം ഉണ്ട്, കളിക്കാം. ചീട്ട് എന്നാ പൊട്ടിക്കണം. കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ബേസ് ഗെയിം. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും സമാധാനത്തിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല.
പിന്നെ കുടിയുള്ള ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. വെല്ലുവിളികളാവാം. 3-4 ഓണം എന്തൊക്കെയാണ് ഇന്നലത്തെ കളി നിങ്ങൾ കണ്ടില്ല, ഇന്നത്തെ കളി നിങ്ങൾ കണ്ടില്ല. ധൈര്യമുണ്ട് ഒന്നോടെ എടാ പിന്നെ എന്റെ മറ്റേ ONSP ആപ്ലിക്കേഷൻ കൊണ്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഒരു പ്രശ്നമൊക്കെ വരുമ്പോ അങ്ങനെയാണ്. ടെലിഗ്രാം ഇതൊക്കെയാ നിന്റെ എന്ത് വേറെ ഇത് ഇത്ര ഏത് കണക്കിന് നന്നായിക്കൂടെ? രൂപ ഹോസ്പിറ്റൽ ആഫീസ്. കൊള്ളി 1200 രൂപയായിരുന്നു. ഇത് അമ്മയ്ക്ക് വേണമെന്നും അതിതാണ്. ഹലോ, അളിയാ ഇന്നലത്തെ പൈസ കിട്ടിയായിരുന്നോടാ? ഏത് പൈസ കാര്യം പറയുന്നേ? ഞാൻ ഇൻസ്റ്റ മെസ്സേജിന് 3000 ഇട്ടുന്നില്ല, അത് ഏത് 3000 രൂപ? അടോ ഇന്നലെ നീയല്ലേ ഹോസ്പിറ്റൽ കേസാണെന്ന് എൻ്റെ അടുത്ത് പൈസ വെച്ചേ. ഞാൻ ഇട്ട് തന്നില്ല, അപ്പൊ തന്നെ കിട്ടിയില്ലേ? ഇല്ലില്ല, ഞാനൊന്നും അയച്ചിട്ടില്ല. ഓടാ വന്ന് നിനക്ക് എത്ര അംശം സ്ക്രീൻഷോട്ട് അയച്ചു തരാം. നോക്കാം ഇങ്ങോട്ട്. ഓക്കെ ശരി.
ഹലോ നമുക്ക് എന്തായാലും നോക്കാം. നീ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്ക് അയക്കി. എനിക്കാണ് ഇവിടെ നിന്നൊരു സമാധാനമില്ല. ഞാൻ അങ്ങോട്ട് വരിക. നീ എന്തായാലും വാ, നമുക്ക് ഡീറ്റെയിൽസ് എവിടെ അയച്ചിട്ട് ഞാൻ നോക്കാം. ഹലോ പറടാ. വരുവാടാ, വരുമോ? SBIയുടെ കസ്റ്റമർ കെയർ സർവീസ് അല്ലേ? സാറേ, ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു അക്കൗണ്ട് നമ്മൾ മിസ്മാച്ചായിട്ട് ട്രാൻസ്ഫർ ആയിപ്പോയിട്ടുണ്ട്. അതായത് നമ്മുടെ സുഹൃത്തിൻ്റെ ഇത് എന്താടാ? ആ കണ്ണാ വാ. ഞാനാണ് അമ്മടുത്ത് പറഞ്ഞേ. ഒരു ലക്ഷമുണ്ടോ? ഇരിക്കി സംഭവം ഡിറ്റിങ് സ്കാമാണ്. നമ്മളിത് ബാങ്കിൻ്റെ ഓൺലൈൻ കസ്റ്റമർ കെയർ സർവീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആസ് പെർ RBI റൂൾ, ഇങ്ങനെ എന്തെങ്കിലും കേസ് നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്യണമെന്നാണ് റൂൾ. നമ്മളത് ചെയ്യും. മറ്റേ ബാങ്കിൽ നിന്ന് പൈസ കിട്ടുന്ന ഹ്യൂമൻ എറർ വഴിയാണ് ബാങ്കിൽ നിന്ന് പൈസ പോകുന്നതെങ്കിലും നമുക്കത് കിട്ടും. ബാങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കും. സൈബർ സെല്ല് ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി നിന്നെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് പൈസ ഏത് അക്കൗണ്ടിലോട്ടാണോ പോയത് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. അവൻ്റെ ഒരു കേസ് കൊടുക്കും. എടാ, അപ്പോൾ ഈ കേസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റേറ്റ് ആയിരിക്കില്ലേ? അപ്പോൾ പൈസ കിട്ടാൻ ഓരോ ആവശ്യമില്ല. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ദിവസങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. അതിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് സൈബർ സെല്ലിൽ കൂടെ ഈ കേസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ പറ്റൂ. നീ അത് പറഞ്ഞാ അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ലല്ലോ പോയത്. നിനക്കത് വലിയ എമൗണ്ട് അല്ലായിരിക്കും, എനിക്ക് വലിയ എമൗണ്ട് തന്നെ. അതെങ്ങനെ പൈസയുടെ പറ്റുന്ന പറഞ്ഞിട്ടെന്താ കാര്യം? എന്താടാ നിർത്തിയേ? ബാക്കിയോ പറ. ഞങ്ങളായാലും പറഞ്ഞാൽ നീ പൈസ അയച്ചു കൊടുത്തേ. അതങ്ങനെയാ, രാത്രി തുണ്ടും കണ്ടോ എല്ലാവരും പൈസ അയച്ചു കൊടുക്കുമ്പോൾ ഓട്ടമായിരുന്നു. എടാ, എല്ലാം ഒന്ന് നിർത്ത്. എന്തായാലും നമ്മൾ കേസ് കൊടുത്തില്ലേ, ഇനി വരുന്നിടത്ത് വെച്ച് നോക്കാം എന്താണെന്ന് വെച്ചാൽ. പിന്നെ ഇവൻ്റെ 3000 രൂപ അന്വേഷിക്കും അതൊക്കെ വലിയ പോലീസുകാർ എല്ലാ ദിവസവും ഇതുപോലെ കുറേ തട്ടിപ്പടക്കുന്നുണ്ട്. അതിനകത്തിലെ തട്ടിപ്പുകാരുടെ പിണി വീഴുന്ന 100 ഒരുത്തനെയാണ്. ഇവനൊക്കെ കിടന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവരെ കൊണ്ട് ചെയ്യൂടാ, ചെയ്യും. പോയത് എൻ്റെ പൈസ അല്ലേ, തിരിച്ചു പിടിക്കാനടിക്കണേ. ചെല്ല്, ഇപ്പം കിട്ടും. ഇവൻ പറയുന്നത് കേട്ടിട്ട് ഇവ ഞാൻ ഗുദാമിലാൻ കണ്ട പൈസ അയച്ചു കൊടുത്തേ. അതിൽ 5ൻ്റെ പൈസ ഇല്ലാത്തതാണ് അങ്ങോട്ട് വണ്ടി കയറാൻ പോയി. അതേടാ, അവനും കാശില്ല, എനിക്കും കാശില്ല. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാ. ഇനി പോകണമെന്ന് വിചാരിച്ചാൽ പോവുകയും ചെയ്യും. ഓ, അപ്പോൾ നീയൊക്കെ ഇപ്പോൾ ഒറ്റക്കെട്ടായില്ലേ? ഞാൻ മാത്രം ഒറ്റയ്ക്ക്. എന്താ വെച്ചാൽ കാണിക്കും മാറും. കളാ, ഇനി നമ്മൾ എന്തു ചെയ്യും? അവൻ വല്ല ഇൻട്രസ്റ്റേറ്റ് ആണേലോ. ഇൻട്രസ്റ്റ് ആയിട്ടൊന്നുമല്ലോ. അത് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. ഞാൻ സെൻഡ് ചെയ്ത നമ്പറിലോട്ട് വിളിച്ചായിരുന്നു. അവന് ഹലോ വെച്ചു. അവൻ്റെ ഹലോ അപ്പോൾ ഇനി എങ്ങനെ? പൊക്കാം. എവിടെ നിന്നാന്ന് വെച്ചാൽ പൊക്കാം. എടാ, വീട്ടിൽ വരുന്നു. എടാ, സാബല്യം ആകാരണമുണ്ട്. ഇവിടെ അത്യാവശ്യം നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനായിരുന്നു. എടാ, എന്തായി? നമുക്ക് വേറെ വഴിയോ?
എടാ നിങ്ങൾക്ക് പരിചയമുള്ള ബാങ്ക് എംപ്ലോയീസ് ആയിട്ടുണ്ടോ? ഇല്ല. കണ്ണാ, നീ ശരിക്കും ഇതിനെ പുറകെ പോകുന്നിട്ട് തീരുമാനിച്ച എടാ 3000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ എന്തോരം കഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയാം. അത് അവൻ പറഞ്ഞുകൊണ്ട് അത്ര നിസ്സാരമൊന്നുമല്ല, അതെനിക്കറിയാം. മാത്രമല്ല എത്ര പേര് അവൻ പറ്റിച്ചിട്ടുണ്ടായിരിക്കും, എത്ര പേരുടെ വേർപ്പിൻ്റെ വിലയായിരിക്കും ഇവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അടിച്ചുകൊണ്ട് പോയത്. നിസ്സാരമല്ല, എനിക്കതിനെ വിട്ട് കളയാൻ പറ്റത്തില്ല. പോയേ പറ്റത്തും. എൻ്റെ 3002 മാത്രമൊന്നുമല്ല, ഇവൻ പറ്റിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് പോന്നു. പോയിരിക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ നമ്പർ വാട്സപ്പ് കൊണ്ട് തന്നെ ചെക്ക് ചെയ്തേ. നിന്റെ ടൂക്കോളം ഉണ്ടോ? ടൂക്കോളം ഉണ്ട്. കിട്ടിയതാ. ജോഫിൻ പൊടി നീ പൈസ അയച്ചു കൊടുത്ത ഈ നമ്പറിൽ തന്നെ? അതെ, ജോഫിൻ തന്നെ. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാ നീ? പക്ഷെ നിലവിൽ ബികോമിന് പഠിക്കുന്ന 5 ജോഫിന്മാരുണ്ട്. കണ്ണാ, ഒന്ന് പോയി നോക്കണം. ഈ നമ്പർ എന്ന് പറഞ്ഞു. സ്ഥലം എവിടാ? കുരുവല്ലു. അപ്പം അങ്ങനെ പോയല്ലേ? Girls with their nails done now. Girls with their nails done. I like the girls with their nails done. Girls with their nails done now. എന്ത് വേണേ ഒത്തിരി വീടുണ്ടല്ലോ. ഇത് ഏതാ? ഓക്കെ, ഞാറായി ഒരു വഴിയുണ്ട്. ഞാനോടെല്ലാം പറഞ്ഞോ? അവനോടെല്ലാം പറഞ്ഞേ.
എൻ്റെ ഒരു കൂട്ടുകാരനെങ്കിലും അറിയാം. അവൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അതാ അവൻ്റെ വീട്. കണ്ണാ എൻ്റെ പ്ലാൻ എന്തുവാ? നീ കൂടെ ഇങ്ങോട്ട് പറയാം. കണ്ണാ സൂക്ഷിക്കണം, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല. എനിക്ക് നിങ്ങളില്ല. ചേട്ടാ ചേട്ടാ ആരായിരിക്കോ? ഇവിടെ ഇല്ലേ? ഇവനാണ് ഷോപ്പിംഗ്. ഇവൻ നമ്മൾ എങ്ങനെ പൈസ വാങ്ങി? നീ എന്തിനാ മേടിക്കുന്നത്? നമുക്ക് അനന്തം ഇല്ലയോടാ. ഞാനോ? എന്താ കാര്യം? ചേട്ടാ വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയാൽ മതി. അപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യാം. പമ്പ് വരെ പോയി അടുത്ത് കയറാനെ കണ്ടില്ല, അതുകൊണ്ട് ഒന്ന് സഹായിക്കാം പ്ലീസ്. എനിക്ക് അവൻ അകത്തേക്ക് പോയത് കണ്ടിട്ട് പൈസ വല്ലതും എടുക്കാനായിരിക്കും അല്ലേ? പൈസ അവൻ്റെ സ്വഭാവം വെച്ച് അവൻ വാളായിരിക്കും എടുത്തോണ്ട് വരും. വാളോ? ഹലോ, I think the girls with their nails done now. Girls with നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എൻ്റെ പൈസ തന്നാ. ജോഫിനെ കാര്യം ഇത്രയോ? ഇന്നലെ രാത്രി ഇവനെ ഫേക്ക് അക്കൗണ്ട് വഴി പറ്റിച്ച് കുറച്ച് പൈസ പോയിട്ടുണ്ട്. ആ പൈസ പോയേക്കുന്നത് നിൻ്റെ അക്കൗണ്ടില്ല. ആ പൈസ എൻ്റെ വായന പഴോ കുറേ നേരം അവർ ഒരു വക പോലും വിടുകില്ല. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എൻ്റെ പെണ്ണ് ചേട്ടന്മാരെ, ഞാൻ വിചാരിച്ച പോലെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് തരാൻ പറ്റത്തില്ല. അതെന്താ? കുറച്ച് മാസത്തിന് മുമ്പ് എനിക്ക് പൈസ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കിട്ടാൻ നമുക്ക് വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരാളെ തരിച്ചപ്പെട്ടു. ആര്? ഒരു ബ്രോക്കർ. ഞാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് അതിൽ പൈസ തരാമെന്ന് പറഞ്ഞു. കമ്മീഷനും തരാമെന്ന് പറഞ്ഞു. പകരം ആവശ്യപ്പെട്ടത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ATM കാർഡുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അക്കൗണ്ടിൽ എന്തോ ഫ്രോഡ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായി. പിന്നെ നീ എന്താ അക്കൗണ്ട് തിരിച്ചു പിടിക്കാത്ത? എനിക്ക് 6 മാസത്തെ കയറുണ്ടായിരുന്നു. പിന്നെന്ത്? പിന്നെ പോലീസൊന്നും പിടിക്കാതെ പിടിക്കും. കേരള പോലീസ് കഴിക്കത്തില്ലെന്നേ ഉള്ളൂ. എൻ്റെ കൊന്നു ചേട്ടന്മാരെ എന്നെ ഇനി ഒന്ന് രക്ഷിക്കാമോ? എന്നെ രക്ഷിക്കാം. ഒരു കാര്യം കൂടെ ചെയ്യാം. ഹലോ, ഞാൻ വിളിച്ചത് ഒരു ഗുണമുള്ള കേസ് പറയാനാണ്. ഒരു 10 അക്കൗണ്ടും കൂടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ കമ്മീഷൻ്റെ കാര്യം കൂടി ഡീറ്റെയിൽസ് ഞാനൊന്ന് എത്തിക്കാം. സമ്മതിച്ചു. ഓക്കെ.
ജോഫി ഡീറ്റെയിൽസ്. ജോഫി ആര് നീ അവനോട് ഞാൻ പറയാം എവിടെ പൈസ. വെയിറ്റ്. അതിന് എൻ്റെ അക്കൗണ്ടിലോട്ടാണ് നീ പൈസ അയച്ചത്? ആണ്. അതല്ലോ ദേ ആ നിൽക്കുന്നില്ലേ, അവനോട് ചോദിക്കേ. എന്നാ ഇവരോടൊന്നും പറയാണ്ട് കാര്യമില്ല. എന്തു ഈ വാക്കാരുന്നുണ്ട് ദിത്തു ഈ പോലീസിനോട്. പിന്നെ പോലീസല്ല, ഏത് മറ്റവൻ വന്നാലും ഇവിടെ ഒരു കോപ്പം നടക്കാൻ പോകുന്നില്ല. കാരണം നിന്റെയിലൊന്നും ഒരു തെളിവുമില്ല. പിന്നെ പൊക്കും ദേ ഇവനെ. ആദ്യം നീയൊക്കെ പോയി തെളിവ് കൊണ്ടുപോടാ. സൈബർ തട്ടിപ്പ് കേരളത്തിൽ കൂടുന്നു. ഇന്നലെ 2 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. സാധാരണക്കാരുടെ പണം തട്ടിയെടുത്തു. അതിവിദഗ്ധമായി തട്ടിപ്പ് സംഘം ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസിയും നിക്ഷേപിക്കുന്നു. ഇതിനെ പിടികൂടാൻ സഹായമായത് അവരുടെ പക്കലുള്ള തെളിവുകൾ തന്നെ. അതിന് കിട്ടിയോ? ഒന്നും കിട്ടുന്നില്ല. അതിനകത്തൊന്നുമില്ല. ഇല്ലേ? I think the girls with their nails done now. Girls with their Yeah. nails done. ഹലോ എടാ കണ്ണ എനിക്ക് അത്യാവശ്യമായിട്ട് 300 രൂപ സെൻഡ് ചെയ്യാവോടാ. Girls with their nails done. Girls with their